ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതേ നുറുക്ക് ഗോതമ്പിൻ്റെ പായസാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ ഇത്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? എനിക്ക് പായസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ഈ ഒരു പായസം, കാരണം ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ശർക്കര പായസം ഇത് നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വേഗം നമുക്ക് പായസമാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പായസം ഒന്ന്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പ് 1 ഗ്ലാസ് ആട്ടോ എടുത്തിരിക്കുന്നത്. 100 ഗ്രാമിൻ്റെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അത് മതി നമുക്ക് നുറുക്ക് ഗോതമ്പ്. വേണ്ടി ഞാൻ ഇത്ര നാളികേരം എടുത്തിട്ടുള്ളൂ കേട്ടോ പാല് പിഴിയാൻ. ഞാൻ പിന്നെ കോക്കനട്ട് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കാരണം കേട്ടോ ഇത്ര കുറച്ച് നാളികേരം എടുത്ത്. ഇവിടെ നാളികേരത്തിന് കുറച്ച് ക്ഷാമമുണ്ട് കേട്ടോ, അതാണ് ഞാൻ നാളികേരം കുറച്ചെടുത്ത്. അപ്പം നാളികേരത്തിൻ്റെ രുചിയായി എന്നാൽ പൊടിയാണേനും, അപ്പോൾ അങ്ങനെ ഒരു പറ്റിപ്പാണേ. പക്ഷെ അപ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല കേട്ടോ ഇത് പൊടിയാണോ നാളികേര പാലാണോ എന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് പാല് പിഴിഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാല് പിഴിഞ്ഞെടുത്തു, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 3-ാം പാലും എടുത്തു. അപ്പോൾ ഇത് 3-ാം പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ നാളികേര പൗഡർ ഇട്ടിട്ട് അതുകൂടെ കലക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഈ നുറുക്ക് ഗോതമ്പ് വേവിക്കുന്നതിൽ. അപ്പോൾ ഈ പൊടി നമ്മൾ കലക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് 1 ഗ്ലാസ്സിലേക്ക് വെള്ളത്തിലേക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് തിക്ക് പാലായിട്ട് മാറും. അപ്പം എനിക്ക് ഈ ഗോതമ്പ് വേവിക്കാൻ വേണ്ടത് തിന്ന് പാലാണ്, കട്ടി കുറഞ്ഞ പാലാണ് വേണ്ടത്. അത് കാരണമാണ് കട്ടി കുറഞ്ഞ പാലിന് വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുത്ത്. വാമായിട്ടുള്ള, അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട കുത്താതെ നമുക്ക് ആ പൊടി അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വാം വാട്ടർ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ പാക്കറ്റിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് കുക്കറിൽ ഒരു 2 വിസിലടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് 2 വിസിലടിച്ച കുക്കർ ഞാനൊന്ന് തുറന്നു നോക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കണ്ടില്ലേ, നല്ല കറക്റ്റ് വേവായിട്ടിരിക്കുന്നുണ്ട്, ഒരുപാട് വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ആ പാല് പിരിഞ്ഞു പോയി എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ, പാല് പിരിഞ്ഞിട്ടൊന്നുമില്ലേ. കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചാലും പാല് പിരിയൊന്നുമില്ല കേട്ടോ, അത് വേറെ നിൽക്കുക ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അത് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണേ. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് അതായത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക്, ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പൗഡർ ഉപയോഗിച്ചിട്ട് അത് കലക്കിയിട്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിനി ശർക്കര ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാവും, ഇത് കട്ടിയായി പോവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് കട്ടിയായാലും പായസം കുടിക്കാൻ ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടി മിക്സ് ചെയ്തിട്ട് ഞാൻ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ മധുരം നോക്കിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ശർക്കരയുടെ പൊടിയാണ് ഇവിടെ വാങ്ങിക്കുന്നത്, ഞാനിത് ലുലു മാളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അതാണ് എനിക്ക് ഇവിടെ എളുപ്പമായിട്ട് തോന്നുന്നത്. ഇത് വെള്ളത്തിൽ വെച്ച് ഉരുക്കിയെടുത്ത് നമുക്ക് ഒഴിക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല പൗഡർ ആയത് കാരണം ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതേ നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ മധുരം നോക്കിയിട്ട് ഇനി മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടെങ്കിൽ ഈ ഒരു മധുരത്തിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അത് നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര മധുരം വേണമെന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മധുരം ഇത് പോരാ, കാരണം ഇനി ഒന്നാം പാലും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് കാരണം ഇതിൽ കുറച്ചും കൂടെ മധുരം നമുക്ക് വേണം. അപ്പൊ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ മൊത്തം ഞാനൊരു 7 ടേബിൾ സ്പൂൺ ശർക്കരേന്റെ പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്ക് നല്ല പോലെ തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം നാളികേരം വെള്ളം നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നാൽ ഇത് ഒന്ന് ടേസ്റ്റ് ആവുള്ളൂ. അതിലേക്കൊക്കെ ഒന്ന് ശർക്കരയൊക്കെ പിടിച്ച് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ഒന്ന് കുറുകി വരും. അപ്പോഴാണ് ഇതിന് അതിന്റെ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതാ എന്റെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ലപോലെ ഒന്നും കൂടെ വെട്ടി തിളക്കട്ടെ, ഒന്നും കൂടെ കുറുകിക്കോട്ടെ. അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. നമുക്ക് ഇത് ഒന്ന് കുറുകി വരുമ്പോ ഇനി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരുപാട് കുറുകൊന്നും വേണ്ട, കാരണം ഇത് ഇരുന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. അപ്പൊ നമുക്കിത് ഓഫാക്കി വെച്ചിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാൻ ഓഫാക്കിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. കാരണം ഈ ഒന്നാം പാല് പിരിഞ്ഞു പോകുന്നുള്ള ഒരു പേടി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറവിടണം. എല്ലാവരും ഇതിലേക്ക് നാളികേരക്കൊത്താണ് വറവിടുന്നത്, നെയ്യിൽ വറുത്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. എനിക്ക് നാളികേരക്കൊത്ത് കഴിക്കുന്നതിനോട് ഒരു താല്പര്യക്കുറവുണ്ട്. ചിക്കനിലൊക്കെ ആണെങ്കിൽ ഓക്കെ, പായസത്തിൽ നാളികേരക്കൊത്ത് കഴിക്കുന്നതിനോട് ഒരു താല്പര്യക്കുറവ്. അപ്പൊ എന്താ, ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ വറവിടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് വറവിടാം. കുറെ പേർക്കൊക്കെ നാളികേരക്കൊത്താണ് ഇഷ്ടം. എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി വറവിടുന്നത് കേട്ടോ. കണ്ടില്ലേ, ഒന്നാം പാൽ ആഡ് ചെയ്തപ്പോൾ ആ കളറിനും കൂടെ ഒരു ചേഞ്ച് വന്നു നമ്മുടെ. ഇപ്പോൾ കറക്റ്റ് മധുരമായിട്ടുണ്ടാവും ഇതിലേക്ക്. അപ്പൊ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഞാൻ സെയിം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കോരാതെ തന്നെ അതിലേക്ക് ഞാൻ മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് മുന്തിരി ഒന്ന് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് നമ്മളെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
നെയ്യിലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? പായസത്തിലിടുന്നതിനേക്കാൾ നല്ല കഴിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ. ഇത് നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പൊ ഞാനിത് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ എൻ്റെ പായസത്തിലേക്ക് വേഗം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ എൻ്റെ പായസം ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല ചൂടായിട്ട്. ഇതിലേക്ക് ഞാൻ എൻ്റെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. എന്താ ഭംഗി കാണാനല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലാക്കി കഴിക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി തിരുവോണം, ഹാപ്പി ഓണം.